മാർച്ച് 21 ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ പോവുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയൊരു യുദ്ധഭീതിയാണ് പടരുന്നത്, അല്ലെങ്കിൽ പടർത്തുന്നത്. വേദജ്യോതിഷി എന്ന് അവകാശപ്പെടുന്ന ആചാര്യ റീന ശർമ്മയുടെ ഒരു വൈറൽ വീഡിയോ ആണ് ഈ കോലാഹലങ്ങൾക്കൊക്കെ പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഇന്ത്യയുടെയും ഗ്രഹനില വിശകലനം ചെയ്തു എന്നാണ് ഇവരുടെ അവകാശവാദം. ഭാരതത്തിന്റെ ജന്മനക്ഷത്രമൊക്കെ ഇവർക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല. എന്തായാലും റംസാൻ കഴിഞ്ഞ് നവരാത്രി തുടങ്ങുന്നതോടെ, കൃത്യമായി പറഞ്ഞാൽ 2026 മാർച്ച് 21 അർദ്ധരാത്രി ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നും അതിർത്തികൾ മാറ്റി എഴുതുമെന്നും ഇവർ പ്രവചിക്കുന്നു. യുദ്ധം വരികയാണെന്നും അതിനാൽ ഒരു മാസത്തേക്കുള്ള ഭക്ഷണവും മരുന്നും സോളാർ ചാർജർ വരെ കരുതി വെക്കാൻ ഈ വീഡിയോ ജനങ്ങളെ ഉപദേശിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട് പേടിക്കാൻ ഇന്റർനെറ്റിലെ ആൾക്കാർ തയ്യാറല്ല, സോഷ്യൽ മീഡിയയിലെ ആൾക്കാർ തയ്യാറല്ല. വെറുതെ വൈറലാകാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന ഇത്തരം വ്യാജ വീഡിയോകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. വ്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് അസംബന്ധവും വിളിച്ചു പറയുന്ന ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഭൂരിഭാഗം പേരും ആവശ്യപ്പെടുന്നത്. അടിസ്ഥാനമില്ലാത്ത ഈ പ്രവചനത്തിന് പെട്ടെന്ന് ഇത്രത്തോളം പ്രചാരം ലഭിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുകയാണെന്ന് പാക് പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അടുത്തിടെ ആരോപിച്ചിരുന്നു. പാകിസ്ഥാന്റെ ഈ ഭീതിയും നിലവിലെ സാഹചര്യവും കൃത്യമായി മുതലെടുത്താണ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഈ പുതിയ ജ്യോതിഷ റിപ്പോർട്ട് ഇറങ്ങിയിരിക്കുന്നത്. ജ്യോതിഷ ഉടായിപ്പ്. ചുരുക്കത്തിൽ, ഗ്രഹനിലയുടെ പേരിലുള്ള ഈ യുദ്ധ പ്രഖ്യാപനം വെറുമൊരു സോഷ്യൽ മീഡിയ സ്റ്റണ്ട് മാത്രമാണ്. എന്തായാലും മാർച്ച് 22 പെട്ടെന്ന് വരുമല്ലോ. അപ്പോൾ ഈ പറയുന്ന യുദ്ധവും പ്രവചിച്ച ആളും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കണ്ട് ആരും പടക്കോപ്പുകൾ വാങ്ങാൻ ഇറങ്ങേണ്ടതില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.